മാക്ഫാസ്റ്റ് കോളേജ് അറിയപ്പെടുന്ന സ്വയംഭരണ സ്ഥാപനമായി വളരുമ്പോൾ നമ്മുടെ ഈ സ്ഥാപനം മാത്രമല്ല സ്വയംഭരണത്തിൽ വരേണ്ടത്. നമ്മുടെ രാജ്യം, നമ്മുടെ രാഷ്ട്രം, നമ്മുടെ സംസ്കാരം ആരുടെയും മുമ്പിൽ തലകുനിക്കേണ്ട കാര്യമില്ല, ദൈവത്തിന് മുമ്പിൽ ഒഴികെ. നമ്മുടെ കലാലയങ്ങൾ നന്മയിലേക്ക് മുദ്രാവാക്യം മുഴക്കുന്ന, കാഹളധ്വനി ഉയർത്തുന്ന വലിയ വിദ്യാപീഠങ്ങളാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മാക്ഫാസ്റ്റ് കോളേജിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളിലേക്ക് കടക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ അഭ്യന്തനായ കർദിനാളിൻ്റെയും കുർലോസ് തിരുമേനിയുടെയും ആദരണീയരായ വൈദിക ശ്രേഷ്ഠരുടെയും ഒപ്പം വേദിയിലെ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ രംഗത്തെ വിചക്ഷണന്മാരുടെയും എല്ലാം സാന്നിധ്യം കൊണ്ടും അവരുടെയെല്ലാം ഇടപെടൽ കൊണ്ടും സമ്പന്നമായ ഒരു സദസ്സാണ് ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ളത്. ഒരു തലമുറയിൽ ആത്മീയ ഉണർവ് നൽകിയ വൈദിക ശ്രേഷ്ഠർക്ക് ജീവിത സായാഹ്നത്തിൽ വിശ്രമയേകാൻ തയ്യാറാക്കിയ ഒരു കെട്ടിടത്തിൽ നിന്ന് വരാനിരിക്കുന്ന തലമുറകൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും വിജയഗാഥ തെളിയിച്ച് 25 വർഷത്തെ ചരിത്രമാണ് മാക്ഫാസ്റ്റിനുള്ളത്. അതിന് സഭയുടെ നേതൃത്വവും ക്രാന്തദർശിയായ എബ്രഹാം മുളമൂട്ടിൽ എന്ന അച്ഛൻ്റെ നിശ്ചയദാർഢ്യവും മാക്ഫാസ്റ്റിനെ ഒരു സ്വപ്ന വിദ്യാലയമായിട്ട് മാറ്റിത്തീർക്കാനായിട്ട് സാധിച്ചു. തിരുവല്ലയുടെ പൂരം, തിരുവല്ലയുടെ ഫെസ്റ്റ്, തിരുവല്ലയുടെ പുഷ്പമേള, തിരുവല്ലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് വളരെയധികം ആലോചനകൾ നടന്നിട്ടുള്ള ഒരിടമാണ് സത്യത്തിൽ മാക്ഫാസ്റ്റ്. ഈ ജൂബിലി നാളിൽ നാം സ്വയംഭരണ അവകാശം നേടിയെടുത്ത ഈ നാളിൽ നമ്മുടെ എല്ലാം സന്തോഷവും കൃതജ്ഞതയും പ്രത്യേകമായി ഞാൻ അർപ്പിക്കുകയാണ്. ഈ അഭിമാന നിമിഷത്തിൽ നിങ്ങളെല്ലാവരോടും ചേർന്ന് അതേ വികാരം, അതേ സന്തോഷം പങ്കിടുന്നു. എങ്ങനെയാണ് നമ്മുടെ സംസ്കാരം നിലനിന്നത്, എങ്ങനെയാണ് നാമായി വളർന്നത് എന്ന് നമ്മെ ഏറ്റവും പഠിപ്പിച്ചിട്ടുള്ളത് കലാലയങ്ങളാണ്. കേവലം 50-60 വിദ്യാർത്ഥികളും 1-2 അധ്യാപകരുമായി 2001 ആരംഭിച്ച ഈ കലാലയം ഇന്ന് സിൽവർ ജൂബിലി ആഘോഷത്തിലേക്ക് എത്തുമ്പോൾ 900-ൽ പരം വിദ്യാർത്ഥികളും അതിനനുബന്ധമായ അധ്യാപകരും അനധ്യാപകരും എല്ലാം ചേർന്ന ഒരു വലിയ കലാലയമായി മുന്നോട്ട് വന്നപ്പോൾ 200-ൽ പരം റാങ്ക് സമ്പാദിക്കാൻ ഈ കാലയളവിൽ കഴിഞ്ഞു എന്നത് അങ്ങേയറ്റം അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കുന്നു. ഈ മാക്ഫാസ്റ്റ് കോളേജിൻ്റെ സിൽവർ ജൂബിലി ആഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.
വളരെ സന്തോഷത്തോടു കൂടി ഈ മാക്ഫാസ് കോളേജ് ഓട്ടോണമസ് സ്റ്റാറ്റസ് കിട്ടിയതായി അല്ലെങ്കിൽ അത് കൺഫർ ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ആദരണീയനായ ടിജി സാറും ആദരണീയനായ സജി സാറും ഇവർ രണ്ടുപേരും നമ്മുടെ തുടക്കം മുതൽ ഇന്ന് വരെ മെക്ഫാസിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളാണ്. മാക്ഫാസ് കോളേജിന്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിഭാഗം വകുപ്പ് മേധാവി പ്രൊഫസർ ടിജി തോമസിന്റെ അവ്യക്തതയുടെ സന്ദേഹങ്ങൾ എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ പ്രകാശന കർമ്മമാണ് നടക്കാൻ പോകുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ ടീച്ചേഴ്സ്, ഞങ്ങളുടെ മാക്ഫാസ് നമ്മളത് അഭിനന്ദ പിതാവിൻ്റെ ജൂബിലിയുടെ സമ്മാനമായി നൽകുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനെ സഹർഷം ഈ വലിയ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഒരുപക്ഷെ ആർട്സ് ആൻഡ് സയൻസ് മേഖലയിൽ 25 വർഷം പിന്നിടുമ്പോൾ തന്നെ ഓട്ടോണമസ് പദവി നേടിയെടുക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാക്ഫാസിൻ്റെ മാത്രം ഒരു മികവാണ്.